മടവൂര് ശൈഖുന അവറുകളുടെ ആ മഹബത്ത് നാം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രാസ്ഥാനിക രംഗത്ത് വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അന്ന് ആദരണീയരായ സയ്യിദ് അവേലത്ത് തങ്ങളവറുകളും വൈലത്തൂര് തങ്ങളവറുകളും സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദ് അവറുകളും പാറന്നൂര് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അടക്കമുള്ള 25-30 കൊല്ലം മുൻപ് ഉള്ള ആ ഒരു ടീം വലിയ വെല്ലുവിളികളെ തരണം ചെയ്യാൻ അവര് ഖുർആനോദി നിസ്കരിച്ചു, ദ്വായിരുന്നു. അതിൻ്റെ എല്ലാം പുറമെ ഒരു വലിയ മഹത്വമുള്ള നേതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് സങ്കടം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു നല്ല മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടി, നിങ്ങൾ ഭയപ്പെടണ്ട, ആ പരിപാടി വമ്പിച്ച വിജയമാകും എന്ന് ഉറപ്പ് നൽകിയപ്പോൾ അങ്ങനെയാണ് എറണാകുളത്തെ ആ സമ്മേളനം നടന്നത്. 1989 ആ കിട്ടിയ ധൈര്യവും ഊർജവും എത്ര വലുതായിരുന്നുവെന്ന് പുതിയ തലമുറകൾക്ക് അറിയുകയില്ല. നമുക്ക് ഒരു പള്ളിയോ നമുക്ക് സ്വന്തമായി എന്തെങ്കിലുമോ ഇല്ലാത്ത ആ സമയത്ത് ആ ധൈര്യം പകർന്ന കാരണം കൊണ്ട് ഇന്ന് നമ്മൾ എവിടെ എത്തി? നോളജ് സിറ്റിയിലെത്തി. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ള വലിയ ഒരു ശക്തി ബഹുമാനപ്പെട്ട ശൈഖുന അവറുകളായിരുന്നു. അല്ലാഹു തആല അവർക്ക് ഇനിയും വലിയ പവറുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ മദദ് കൊണ്ട് അല്ലാഹു നമുക്ക് രക്ഷ പ്രദാനം ചെയ്യട്ടെ. തീരെ ഭയപ്പാടില്ലാതെ ഈ ദുനിയാവിനെ വളരെ തന്ത്രപരമായി നേരിട്ട് ദുനിയാവിൻ്റെ കെണിവലകളിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ട് വിജയിച്ച് മരിച്ച വലിയ കുറേ മഹാന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരോട് അടുക്കൽ മാത്രമാണ് ഫിത്നകളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള വഴി. അതിനെ യാതൊരു ബേജാറുമില്ലാതെ ജീവിച്ച് മരിച്ചുപോയ മടവൂര് ശൈഖുന അവറുകളുടെ ആ മഹബത്ത് നാം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രാസ്ഥാനിക രംഗത്ത് വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അന്ന് ആദരണീയരായ സയ്യിദ് അവേലത്ത് തങ്ങളവറുകളും വൈലത്തൂര് തങ്ങളവറുകളും സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദ് അവറുകളും പാറന്നൂര് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അടക്കമുള്ള 25-30 കൊല്ലം മുൻപ് ഉള്ള ആ ഒരു ടീം വലിയ വെല്ലുവിളികളെ തരണം ചെയ്യാൻ അവര് ഖുർആനോദി നിസ്കരിച്ചു, ദ്വായിരുന്നു. അതിൻ്റെ എല്ലാം പുറമെ ഒരു വലിയ മഹത്വമുള്ള നേതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് സങ്കടം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു നല്ല മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടി, നിങ്ങൾ ഭയപ്പെടണ്ട, ആ പരിപാടി വമ്പിച്ച വിജയമാകും എന്ന് ഉറപ്പ് നൽകിയപ്പോൾ അങ്ങനെയാണ് എറണാകുളത്തെ ആ സമ്മേളനം നടന്നത്. 1989 ആ കിട്ടിയ ധൈര്യവും ഊർജവും എത്ര വലുതായിരുന്നുവെന്ന് പുതിയ തലമുറകൾക്ക് അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്മേളനത്തോടു കൂടിയാണ് നമുക്ക് വലിയ ഫത്ഹ് നൽകിയത്. അതിനുശേഷവും പ്രയാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നിന് പിറകെ ഒന്നായിട്ട് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് മുഅ്മിനായ മനുഷ്യന്റെ സ്ഥിതി അതാണ്. അവിടെ എല്ലാം നമുക്ക് രക്ഷ കിട്ടാനുള്ള വഴി ഔലിയാക്കളെ വഴി സ്വീകരിക്കലാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയില്ല. നമുക്ക് ഒരു പള്ളിയോ നമുക്ക് സ്വന്തമായി എന്തെങ്കിലുമോ ഇല്ലാത്ത ആ സമയത്ത് ആ ധൈര്യം പകർന്ന കാരണം കൊണ്ട് ഇന്ന് നമ്മൾ എവിടെ എത്തി? നോളജ് സിറ്റിയിലെത്തി.
ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ള വലിയ ഒരു ശക്തി ബഹുമാനപ്പെട്ട ശൈഖുന അവർകളായിരുന്നു. അല്ലാഹു തആല അവർക്ക് ഇനിയും വലിയ പവറുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ മദദ് കൊണ്ട് അല്ലാഹു നമുക്ക് രക്ഷ പ്രദാനം ചെയ്യട്ടെ. ഇന്ന് കേന്ദ്രത്തിലും കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഭീഷണികളാണ്. അതൊന്നും ഭൗതികമായ എന്തെങ്കിലും ഒന്ന് വെച്ചുകൊണ്ട് നേരിടാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല, അമലും ഇല്ല, തഖ്വയും ഇല്ല, ഒന്നും ഇല്ല. ദുനിയാവിൻ്റെ ശക്തികളും നമ്മളെ കൂടെ ഇല്ല. പക്ഷേ ഒന്ന് നമുക്ക് ഉണ്ട്, ഔലിയാഇന്റെ ആ ഒരു ഹുദൂറും അവരുടെ ഒരു മദദും ഉണ്ടായാൽ അതുകൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാണ്. ബഹുമാനപ്പെട്ട പകര ഉസ്താദ് ഇവിടെ ദുആ ചെയ്തു. മുഈനുദ്ദീൻ ഷെയ്ഖ് അജ്മീർ മഹാൻ അവറുകളുടെ പേര് അടക്കമുള്ള ഔലിയാക്കളെ നാം വിട്ടുപോകാതെ അതെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള കാരണം സുൽത്താനുൽ ഹിന്ദായി ഇന്ത്യ രാജ്യത്ത് ഭൗതിക ശക്തികളോട് വലിയ പടപൊരുതിയ ആ മഹാന്റെ ആത്മീയമായ ഉണർവ്, ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയ ടീമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ടീം. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും ആത്മീയതയിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് വന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രയാസങ്ങൾക്ക് മധ്യേയാണ് നമ്മളെല്ലാം ഉള്ളത്. അതെല്ലാം ഫത്ഹായി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പല വിഷയങ്ങളും, ആ വിഷയങ്ങളിലെല്ലാം വലിയ പ്രയാസങ്ങൾ, കടമ്പകൾ ഉണ്ട്. അതെല്ലാം തട്ടിമാറ്റി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സന്നിഹിതരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മഹാന്മാർ അവരുടെ ദുആഇന്റെ ബർക്കത്ത് കൊണ്ടും ഈ ഹുദൂറിന്റെ ബർക്കത്ത് കൊണ്ടും നമുക്ക് എല്ലാ ശക്തിയും തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.